അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജോണറിൽ നിൽക്കുന്ന ഒരു സ്പേസിനാണ് നിൽക്കുന്നത്. സോ ആ ഒരു സൗണ്ട് ആദ്യം കണ്ടുപിടിക്കുന്നത് ഇത്തിരി ടൈം എടുക്കുന്ന സാധനമാണ്. ഫസ്റ്റ് പാട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മളത് ആലോചിക്കുന്നത്, എന്ത് ജോണർ അല്ലെങ്കിൽ ഏത് സ്പേസിലാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ കഷ്ടപ്പെടാറുണ്ട്. ഞാൻ ചില ടൈമിൽ പണി പാളി ഞാൻ വണ്ടിയെടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ പോവാറുണ്ട്, കാരണം ഒന്നും നടക്കാത്തതുകൊണ്ട്. പക്ഷെ ചില മൊമെൻ്റ് ഉണ്ട് ലൈക്കിനോ ഞാൻ അവിടെയാണ് അങ്ങനെ സ്പിരിച്വൽ എന്ന് ഞാൻ കാണുന്ന ഒരു ഏരിയ അതാണ്. ലൈക്ക് ദസ് എ വൺ മൊമെന്റ് ഐ ഫീൽ ഐ ഗെറ്റ് കണക്റ്റഡ് ടു ദാറ്റ് തിൻ ലൈൻ. തിൻ ലൈൻ, ആ ഒരു ലൈൻ കണക്ട് ആകുമ്പോൾ മേ ബി ഞാൻ ചിലപ്പോൾ ആ പിയാനോയിൽ പ്ലേ ചെയ്യുന്ന സാധനം ഐ ഓൾവേസ് റെക്കോർഡ് വെൻ ഐ റാൻഡംലി പ്ലേ സംതിങ്. ചിലപ്പോൾ ആ ഏരിയയിൽ എന്തെങ്കിലും ഞാൻ റെക്കോർഡായിട്ടുണ്ടാവും. അപ്പം ആ ഏരിയ ഞാൻ ഒന്നും കൂടെ തിരിച്ച് റീവിസിറ്റ് ചെയ്യുമ്പോൾ മേ ബി ദ സംതിങ് ദർ. ചിലപ്പോൾ അതെടുത്ത് റീവിസിറ്റ് ചെയ്യും. പക്ഷേ നാളെ അത് ഒന്നും കൂടെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതേ ആയിരിക്കില്ല. മേ ബി ഇറ്റ്സ് ഓൾ എ പ്രാക്ടീസ് ടു ഗെറ്റ് ഇൻ ടു ദ സോൺ. ഞാനതാണ്, എനിക്ക് ആ ഒരു സോണിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ പലതും ചെയ്യും. ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് പണ്ട് ആൾക്കാർ എഴുതി ഇങ്ങനെ ചുരുട്ടിക്കളയല്ലേ, അതേപോലെ ഞാൻ റാൻഡമായിട്ട് കുറേ സെഷൻസ് ഉണ്ടാക്കി ചിലപ്പോൾ ഒരു 4ാമത്തെ സെഷനിലായിരിക്കും ചിലപ്പോൾ പാട്ട് ക്രിയേറ്റ് ആവുന്നത്. സോ പ്രോസസ് ഇസ് വെരി പെയിൻഫുൾ. പക്ഷെ വൺസ് തിരിച്ച് സാധനം വന്ന് കിട്ടിയാൽ ഇറ്റ്സ് ലൈക്ക് പിന്നെ ഇറ്റ്സ് ഔട്ട് ദേർ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കേൾക്കില്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് നേരത്തെ ഇലുമിനാറ്റി ഓഫ് ചെയ്യാൻ പറഞ്ഞത്. You don't listen to your songs after release? Why da? I don't know da. അത് അത്ര പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇറങ്ങുന്നത് വരെ. Isn't that strange, guys? He doesn't. ഞാൻ എൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഫുൾ സെയിം എപ്പിസോഡ്. എന്നിട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോടും